എല്ലാവർക്കും ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്ഫോംസ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ് PDT NMന്റെ എക്സാം സ്പെഷ്യൽ വീഡിയോ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഒരു എസ്ഐ ക്വസ്റ്റ്യൻ ആയിരുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് മസ്റ്റ് ആയിട്ടും പഠിക്കണം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ആണ്. ഇപ്പോൾ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുലാസ്, അതിന്റെ പ്രധാനപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഞാൻ ഇന്ന് എസ്ഐ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ 7 മാർക്ക് എസ്ഐ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് അവിടെ നിന്ന് 3 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ അതിന്റെ ഫോർമുല നമുക്ക് പഠിക്കണം, ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല. അപ്പോൾ നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഇൻവേഴ്സ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അതിന്റെ പ്രോബ്ലം ഡിഡക്ഷൻ ചെയ്യാനാണ് അത് ഏറ്റവും പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഡെഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്രോബ്ലവും നമ്മൾ ഡിസ്കസ് ചെയ്തു ഓൾറെഡി. അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്കിപ്പോൾ ആദ്യമേ ഒരു കാര്യം ചെയ്യാം. ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുലാസ്, 2 ഫോർമുലാസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത്. അത് രണ്ടും ഇപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരും, കാരണം മനസ്സിലങ്ങ് പതിയണം അത് കഴിഞ്ഞ് നമുക്ക് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുലാസ് അതുമായിട്ട് നോക്കി കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഞാൻ ഷോർട്ട് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എന്താണ്? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ f of x, that is a function of omega, and that is calculated by using the equation 1/√2 pi integral minus infinity to infinity f of x into e raised to minus I omega x dx. ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമുല. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അറിയാവുന്ന ഇക്വേഷൻ ആണ്. ദെൻ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്താണ്? ഈ എഫ് ഓഫ് എക്സിനെ പിടിച്ച് പുറത്തിടണം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഒമേഗനെ പിടിച്ച് അകത്തിടണം, അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഒമേഗനെ പിടിച്ച് അകത്തിട്ടു, എഫ് ഓഫ് ഒമേഗ ഇ റേസ് ടു മൈനസ് മാറ്റണം, പ്ലസ് ആക്കണം, ഐ ഒമേഗ എക്സ്, ഡി എക്സ് മാറ്റി എന്താക്കണം, ഡി ഒമേഗ. വിത്ത് റെസ്പെക്ട് വേരിയബിൾ മാറ്റിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് തെറ്റിയാൽ ഫുള്ള് പോകും കേട്ടോ. സോ വിത്ത് റെസ്പെക്ട് എന്താണ്, ഒമേഗ. അപ്പൊ ഈ 2 എണ്ണമാണ് നമ്മൾ ഓൾറെഡി പഠിച്ചത്. ഇതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയ 2 ഇക്വേഷൻ, ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം, അതേപോലെ തന്നെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഉണ്ട്. അത് അതിന്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം, ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം FST എന്നിടുവാണ് കേട്ടോ ഷോർട്ട് ഫോമില്. ദെൻ ഇതിന്റെ നൊട്ടേഷൻ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ f of x. ഈ രീതിയിൽ വായിക്കണം. ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്? ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് f of x. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് f of x is a function of omega. ഞാൻ fs of omega എന്നിടുവാണ്. ഞാൻ മുമ്പേ ഇവിടെ f of omega ഉള്ളായിരുന്നു, പർട്ടിക്കുലർലി സൈൻ ട്രാൻസ്ഫോം ആയതുകൊണ്ട് fs of omega എന്നിടുവാണ്. That is calculated by using the equation 1/√2 pi അല്ല, root of 2 by pi ആണ്. ശ്രദ്ധിക്കണം, root of 2 by pi, തെറ്റിക്കരുത് കേട്ടോ. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്താണ്? root of 2 by pi, root of 2 by pi ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി ഇല്ല, 0 മുതൽ ഇൻഫിനിറ്റി വരെ ഉള്ളൂ. നിങ്ങൾ ഫൊറിയർ സീരീസ് പഠിച്ചിട്ടുണ്ട്. ഫൊറിയർ സീരീസിനകത്ത് ഫൊറിയർ സൈൻ സീരീസ്, കൊസൈൻ സീരീസിലൊക്കെ ഈ ടൈപ്പ് വ്യത്യാസങ്ങളല്ലേ വന്നത്. ഇവിടെ 1/√2 pi ആണ്, ഇവിടെ root of 2 by pi വരും. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മാറിയിട്ട് 0 ടു ഇൻഫിനിറ്റി വരും. ദെൻ എഫ് ഓഫ് എക്സ് അതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഇല്ല, പകരം സൈൻ ഒമേഗ എക്സ്. സൈൻ ട്രാൻസ്ഫോം ആയതുകൊണ്ട് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ക്ലിയർ? നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇതാണ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല അടിപൊളിയായിട്ട് പഠിച്ചിരിക്കണം. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ f of x is a function of omega and it is calculated by using the equation root of 2 by pi integral 0 to infinity f of x into sin omega x dx. ഇനിയിപ്പോ നമുക്ക് ഫൊറിയർ ഇൻവേഴ്സ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം കൂടി ഇതിന്റെ കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. കാരണം ഡിഡക്ഷൻ ടൈപ്പ് പ്രോബ്ലത്തിലോ അല്ലെങ്കിൽ നേരിട്ട് ഇൻവേഴ്സ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറയുന്ന ടൈപ്പ് പ്രോബ്ലത്തിലോ ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടി വരും. ഇൻവേഴ്സ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം മുമ്പത്തെ സെയിം ലോജിക്ക് തന്നെ യൂസ് ചെയ്യാം. എഫ് ഓഫ് എക്സിനെ പിടിച്ച് പുറത്തിടുക, fs ഓഫ് ഒമേഗനെ പിടിച്ച് അകത്തിടുക, root of 2 by pi, root 2 by pi ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി fs ഓഫ് ഒമേഗനെ പിടിച്ച് അകത്തിട്ടു. ബാക്കി എന്തുണ്ട്? സൈൻ ഒമേഗ എക്സ്. അവിടെ മാറ്റങ്ങളൊന്നും വരുത്താനില്ല, സൈൻ ഒമേഗ എക്സ്. പക്ഷെ ഡി എക്സ് മാറ്റി എന്താക്കിക്കോണം? ഡി ഒമേഗ ആക്കിക്കോണം. ക്ലിയർ?
ഇതാണ് ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല. അപ്പൊ ഈ രണ്ട് ഫോർമുലാസ് ആണ് ഇന്ന് നമ്മൾ പുതിയതായിട്ട് പഠിച്ചത്. ഇത് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്താണ്? √2/π ഇന്റഗ്രൽ 0 to infinity f of x sin omega x dx. ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്താണ്? √2/π ഇന്റഗ്രൽ 0 to infinity fs of omega sin omega x എന്താണ്? d omega. ക്ലിയർ? സോ ഇത് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കയറാം. സോ വളരെ പ്രധാനപ്പെട്ട, ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദി ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എന്താണ്? 1/x. 1/x ന്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട പരിപാടി എന്താണ്? ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എഴുതുക. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് f of x is a function of omega, that is fs of omega, and that is calculated by using the equation √2/π integral 0 to infinity f of x into sin omega x dx. നമ്മൾ ആദ്യമേ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് എഴുതി? ഫോർമുല എഴുതി. ഹിയർ f of x നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? 1/x ആണ് നമ്മുടെ f of x. ശരിയല്ലേ? അപ്പൊ f of x ന്റെ പ്ലേസിൽ ഇനി എന്ത് കൊടുക്കണം? നമ്മൾ 1/x കൊടുക്കണം. കൊടുത്തേ. അപ്പൊ എന്ത് വരും? √2/π ഇന്റഗ്രൽ 0 to infinity f of x ന് പകരം ഞാൻ എന്ത് കൊടുക്കും? 1/x കൊടുക്കും. 1/x into sin omega x dx. 1/x into sin omega x dx. ക്ലിയർ? ഇനിയിപ്പം നമ്മൾ ഫസ്റ്റ് തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ്? UV റൂൾ അപ്ലൈ ആണ്. UV1 - U'(V2) ബെർണൗളിസ് തിയറം അപ്ലൈ ചെയ്യണം എന്നാണ് ഫസ്റ്റ് ഒരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ അങ്ങനെ പോയിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ്? അപ്പൊ എപ്പോഴാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്? u ഡിഫറൻഷിയേറ്റ് ചെയ്ത് എനിക്ക് 0 കിട്ടണം. ശരിയല്ലേ? u ഇപ്പൊ x² ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ അതിന്റെ ഡെറിവേറ്റീവ് 2x ആവും, അടുത്ത സ്റ്റെപ്പിൽ 2 ആവും, അടുത്ത സ്റ്റെപ്പിൽ അത് 0 ആവും. അപ്പൊ അവിടെ കൊണ്ട് എനിക്ക് നിർത്താം. ശരിയല്ലേ? u, u', u', അപ്പൊ u', വരെയൊക്കെ ആകുമ്പോഴേക്കും 0 കിട്ടുന്ന പോലത്തെ ഒരു ഉത്തരം ആയിരിക്കണം u ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഞാൻ 1/x നെ u ആയിട്ട് ചൂസ് ചെയ്താലുള്ള പ്രശ്നം എന്താണ്? 1/x ന്റെ ഡെറിവേറ്റീവ് -1/x² ആണ്. ശരിയല്ലേ? ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താലും എനിക്ക് അതേപോലെ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താലും എഗെയിൻ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. അത് ഒരിക്കലും ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആ പവർ കൂടത്തേ ഉള്ളൂ. ഇവിടെ പിന്നെ x³ ആവും, x⁵5 ആവും, x�7 ആവും. അങ്ങനെ പവർ കൂടി പോകത്തേ ഉള്ളൂ. അത് ഒരിക്കലും 0യിലേക്ക് പോകത്തില്ല. ശരിയല്ലേ? പിന്നെ സൈൻ ഒമേഗ എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അവനെ എനിക്ക് u ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുമോ? അവനും ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0യിലേക്ക് പോകത്തില്ല. സൈൻ ഡെറിവേറ്റീവ് കോസ്, കോസിൻ ഡെറിവേറ്റീവ് പിന്നെയും സൈൻ, പിന്നെയും കോസ്, പിന്നെയും സൈൻ, പിന്നെയും കോസ്. അപ്പൊ അതും 0യിലേക്ക് പോകത്തില്ല. അപ്പൊ എനിക്ക് UV റൂൾ കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം നമ്മൾ എത്ര പ്രാവശ്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും? ഏതെങ്കിലുമൊക്കെ 0 ആയി പോയി കഴിഞ്ഞാലേ അവിടെ കൊണ്ട് എനിക്ക് നിർത്താൻ പറ്റത്തുള്ളൂ. ലോജിക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ? സോ അപ്പൊ എനിക്ക് UV റൂൾ കൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ എന്ത് ചൂസ് ചെയ്യണം? സാധാരണ രീതിയിൽ എന്തെങ്കിലും റിസൾട്ടുകളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്രോബ്ലം ആയിരിക്കും UV റൂൾ ചെയ്യാൻ പറ്റാത്തത്. സോ അപ്പൊ ഇത് UV റൂൾ ചെയ്യാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ വി ആർ ഗോയിങ് വിത്ത് എ റിസൾട്ട്. ആ റിസൾട്ട് എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. ഈ ഒമേഗ എക്സിന് പകരം നമ്മൾ u എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ശ്രദ്ധിക്കണം, ഈ ഒമേഗ എക്സിന് പകരം, ഈ സൈനിനകത്ത് കിടക്കുന്ന ഒമേഗ എക്സിന് പകരം ഞാൻ എന്ത് കൊടുക്കും? u എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തേ. ഒമേഗ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് dx, യുവിന്റെ ഡെറിവേറ്റീവ് എന്താണ്? du. സംശയമൊന്നുമില്ലല്ലോ. ആദ്യമേ ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതായത് du/dx ആണ് ഒമേഗ, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആയി പോകും, dx ഇങ്ങോട്ട് കൊടുത്തതാണ്. ജസ്റ്റ് ഇവിടെ നോക്കി ഇങ്ങനെ എഴുതിയാൽ മതി. ഒമേഗ ഇൻറ്റു എക്സിന്റേത് dx, യുവിന്റെ എന്താണ്? du. സംശയമൊന്നുമില്ലല്ലോ. പക്ഷെ നമുക്ക് ഇവിടെ dx മാത്രം മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ dx മാത്രം മതി. അപ്പൊ ഈ ഒമേഗ ഞാൻ അപ്പുറത്തോട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? dx ഈക്വൽ ടു du/ഒമേഗ. സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ സ്റ്റെപ്പ് ആണ്. dx ഈക്വൽ ടു എന്താണ്? du/ഒമേഗ. അപ്പൊ എനിക്ക് എവിടൊക്കെ കൊടുക്കാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആയി? ഒമേഗ എക്സിന്റെ പ്ലേസിൽ കൊടുക്കാനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആയി u കൊടുക്കാം. dxന്റെ പ്ലേസിൽ എനിക്ക് du/ഒമേഗ കൊടുക്കാം. ക്ലിയർ ആണല്ലോ? ദെൻ ഈ എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കും? ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എക്സിന് വേണമെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതാം. എക്സ് എന്ന് പറയുന്നത് എന്താണ്? u/ഒമേഗ. സംശയമൊന്നുമില്ലല്ലോ. സിമ്പിൾ സ്റ്റെപ്പ് ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് എക്സിന് പകരം എനിക്ക് ഈ ഒമേഗ ഇപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. എക്സ് എന്താവും? u/ഒമേഗ. അപ്പം ഒമേഗ എക്സിന്റെ പ്ലേസിൽ കൊടുക്കാൻ, നീ ശ്രദ്ധിച്ചു നോക്കണം, ഒമേഗ എക്സിന്റെ പ്ലേസിൽ കൊടുക്കാൻ എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയി u ആയി.
എക്സിന്റെ പ്ലേസിൽ കൊടുക്കാൻ എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷനായി യു ബൈ ഒമേഗ, ബി എക്സിന്റെ പ്ലേസിൽ കൊടുക്കാൻ എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷനായി ഡി യു ബൈ ഒമേഗ. ബട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇഫ് യു ഗോ വിത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വി നീഡഡ് ടു ചേഞ്ച് ദി ലിമിറ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എപ്പോൾ ഇന്റഗ്രേഷനകത്ത് അപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് മാറ്റിയേ പറ്റത്തുള്ളൂ? ലിമിറ്റ് മാറ്റിയേ പറ്റത്തുള്ളൂ. അത് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അതായത് ലിമിറ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് മാറ്റിയേ പറ്റത്തുള്ളൂ. സോ ഇപ്പൊ ലിമിറ്റ് മാറ്റുന്ന പരിപാടിയിലേക്ക് പോവാം. നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? യു ഇസ് ഈക്വൽ ടു ഒമേഗ എക്സ് ആണ്. വിത്ത് റെസ്പെക്ട് വേരിയബിൾ എക്സ് ആയതുകൊണ്ട് ആദ്യമേ എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കണം. എക്സിന് ലോവർ ലിമിറ്റ് കൊടുത്താൽ നമുക്ക് യു എന്ത് കിട്ടും? ഒമേഗ ഇൻറ്റു 0, എനിക്ക് 0 തന്നെ കിട്ടും. സോ ദിസ് ഈസ് അവർ ലോവർ ലിമിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലോവർ ലിമിറ്റ്. ദെൻ എക്സിന് അപ്പർ ലിമിറ്റ് കൊടുത്താൽ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി. ദെൻ നമ്മുടെ പുതിയ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? യുവിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒമേഗ ഇൻറ്റു എക്സിന് ഇൻഫിനിറ്റി കൊടുക്കണം. ഒമേഗ ഇൻറ്റു ഇൻഫിനിറ്റി എന്ത് തന്നെയാണ്? ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ത് ചെയ്താലും ഇൻഫിനിറ്റി തന്നെയാണ്. ഇൻഫിനിറ്റി ഏതൊരു നമ്പർ കൊണ്ട് ഗുണിച്ചാലും ഇൻഫിനിറ്റി മൾട്ടിപ്ലൈഡ് ബൈ എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ഈസ് ഓൾവേസ് ഇൻഫിനിറ്റി. നമുക്കറിയാവുന്ന കാര്യമാണ്. സോ യുവൽ അപ്പർ ലിമിറ്റ് ഈസ് ഇൻഫിനിറ്റി, ലോവർ ലിമിറ്റ് ഈസ് 0. ഇനിയിപ്പോ ഇത് ചേഞ്ച് ചെയ്യണമെന്ന് അറിയാത്ത ഒരാളാണെങ്കിൽ കൂടി തെറ്റത്തില്ല. എന്തുകൊണ്ടാണ് തെറ്റാത്ത? ലോവർ ലിമിറ്റ് 0 തന്നെ, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി തന്നെ. സപ്പോസ് അത് ചേഞ്ച് ചെയ്യണമെന്ന് അറിയാത്ത ഒരാളാണെന്ന് വിചാരിക്കുക, അയാൾക്ക് പോലും തെറ്റത്തില്ല ഈ കേസിൽ. പക്ഷെ വേറെ കേസിൽ ചിലപ്പോൾ തെറ്റിപ്പോവും. ഇങ്ങനെ മാറുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും തെറ്റും. നമ്മൾ എനിവേസ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ചെക്ക് ചെയ്തിരിക്കണം. ഇത് ചെയ്തിട്ടേ ബാക്കി പരിപാടി ചെയ്യാം. ലിമിറ്റ് മാറുന്നു തന്നെ വിചാരിച്ച് ചെക്ക് ചെയ്യുക. മാറിയില്ലെങ്കിൽ സന്തോഷം, അവനെ തന്നെ എടുത്തിട്ടാൽ മതി. മാറിയാൽ മാറിയ ആളെ വെച്ച് വേണം ചെയ്യാൻ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ പൈ ഇന്റഗ്രൽ. ലിമിറ്റ് മാറ്റാൻ പോവാണ്. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി. പഴയ ലിമിറ്റ് തന്നെയാണ്. ചെക്ക് ചെയ്തപ്പോൾ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. 1 ബൈ എക്സിന്റെ പ്ലേസിൽ എനിക്ക് എന്ത് കൊടുക്കാം? യു ബൈ ഒമേഗ. എക്സിന്റെ പ്ലേസിൽ യു ബൈ ഒമേഗ സൈൻ ഒമേഗ എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? ഡി യു ബൈ ഒമേഗ. ഓക്കെ, ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Then this is equal to root of 2 by pi, root of 2 by pi integral 0 to infinity. ഇത് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ? അല്ലെ വേണ്ട, ഈ ഒമേഗ ഒമേഗ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ശരിയല്ലേ? ബാക്കി എന്തുണ്ട്? സൈൻ യു ബൈ യു. 1 ഇൻറ്റു സൈൻ യു എന്താണ്? സൈൻ യു ഡിവൈഡഡ് ബൈ എന്തുണ്ട്? യു ഡി യു. ഇന്റഗ്രൽ 0 to infinity സൈൻ യു ബൈ യു ഡി യു. ഇതിനൊരു റിസൾട്ട് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് ആണ്, പ്ലസ് 2 പഠിക്കാനുണ്ടായിരുന്നു. ഇന്റഗ്രൽ 0 to infinity sin x by x dx equal to pi by 2. വെരി വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ്. ഓർമ്മയില്ലെങ്കിൽ ഓർമ്മപ്പെടുത്താം. ഇന്റഗ്രൽ 0 to infinity sin x by x dx എന്താണ്? pi by 2. If x is replaced by u, ഇന്റഗ്രൽ 0 to infinity sin u by u du എന്ന് പറയുന്നത് എന്താവും? pi by 2. If x is replaced by u, integral 0 to infinity sin u by u du എന്ന് പറയുന്നത് എന്താണ്? pi by 2. So integral 0 to infinity sin u by u du എന്താണ്? pi by 2. So pi by 2 substitute ചെയ്തോ. root of 2 by pi integral 0 to infinity sin u by u du എന്താണ്? pi by 2. ഓക്കെ, ഇവിടെ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? റൂട്ട് ഓഫ് എ ബൈ ബി ഫോം ആണ്. എനിക്ക് റൂട്ട് എ ബൈ റൂട്ട് ബി എന്ന് എഴുതാം. റൂട്ട് 2 ബൈ റൂട്ട് പൈ. സംശയമൊന്നുമില്ലല്ലോ. ഈ വെറും പൈയെ എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? റൂട്ട് പൈ ഇൻറ്റു റൂട്ട് പൈ എന്ന് എഴുതാം. ശരിയല്ലേ? വെറും 2നെ എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാം. സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ റൂട്ട് ഓഫ് എ ബൈ ബി റൂട്ട് 2 ബൈ റൂട്ട് പൈ. വെറും പൈയെ ഞാൻ റൂട്ട് പൈ ഇൻറ്റു റൂട്ട് പൈ എന്ന് എഴുതി. വെറും 2നെ ഞാൻ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതി. സംശയമൊന്നുമില്ലല്ലോ. റൂട്ട് ഓഫ് എ ബൈ ബി റൂട്ട് എ ബൈ റൂട്ട് ബി ആണ്. x can be written as root x into root x. ആ തിയറംസ് ആണ് യൂസ് ചെയ്തത്. ഒരു റൂട്ട് പൈ വെട്ടാം, ഒരു റൂട്ട് 2 വെട്ടാം. അഗൈൻ ഏത് ഫോം ആണ്? റൂട്ട് എ ബൈ റൂട്ട് ബി റൂട്ട് ഓഫ് എ ബൈ ബി, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് പൈ ബൈ 2. സോ ദി ഫൈനൽ സൊല്യൂഷൻ ഈസ് റൂട്ട് ഓഫ് പൈ ബൈ 2. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. 3 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇപ്പൊ നമുക്ക് ഇനി നേരെ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഫൈൻഡ് ദി ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ഇപ്പൊ 0 മുതൽ എ വരെ നമുക്ക് ഉത്തരവുള്ളൂ. അത്രയും സന്തോഷം.
ബാക്കി ലിമിറ്റ് ഒന്നും നമുക്ക് പ്രശ്നമില്ല. എക്സ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്നതിനകത്തും പ്രശ്നമില്ല. എക്സ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ -∞ മുതൽ 0 വരെ, പിന്നെ 0 എ മുതൽ +∞ വരെ എന്നാണ് എന്റെ അർത്ഥം. പക്ഷെ നമുക്ക് അതൊന്നും പ്രശ്നമില്ല. നമുക്ക് 0 മുതൽ എ വരെയുള്ള ആൻസർ. അപ്പൊ നമുക്ക് കൊടുക്കേണ്ട ലിമിറ്റ് നമ്മുടെ -∞ to ∞ മാറ്റിയിട്ട് ഹിയർ ഫൊറിയർ സൈൻ ആണ്. അപ്പൊ 0 to ∞ മാറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുത്താൽ മതി? 0 to a കൊടുത്താൽ മതി. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു ലിമിറ്റ് തരുന്നു. ദെൻ ആ പർട്ടിക്കുലർ ലിമിറ്റിലെ f of x എന്താണ്? sin x. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ആണ്. സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല നമ്മൾ എഴുതണം. ഫോർമുല എന്താണ്? സോ നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. Fourier sine transform of f of x, that is fs of omega, and that is calculated by using the formula root 2 by pi integral 0 to infinity f of x into sine omega x dx. Clear? So this is equal to root of 2 by pi ഇന്റഗ്രൽ 0 to ∞ മാറ്റിയിട്ട് എന്താക്കണം? 0 to a ആക്കണം. ആ 0 to a യിൽ നമ്മുടെ ഉത്തരം f of x എന്താണ്? sin x ആണ്. ബാക്കി എന്തുണ്ട്? sin omega x ഉണ്ട് dx. ഓക്കെ, ഇപ്പൊ ഇത്രയും നിങ്ങൾക്ക് സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓൾറെഡി നമുക്ക് ലോജിക് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ നമ്മൾ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണം. ഇവിടെ നമ്മൾ യു വി റൂള് പോയിട്ട് കാര്യമില്ല. സൈൻ എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് എക്സ്, പിന്നെ മൈനസ് സൈൻ എക്സ്, പിന്നെ കോസ്, പിന്നെ സൈൻ, പിന്നെ കോസ്, പിന്നെ സൈൻ. സീറോയിലേക്ക് വന്നാലല്ലേ യു വി റൂൾ കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പൊ രണ്ടും ട്രിഗണോമെട്രിക് ടേംസ് ആണ്. സോ വി നീഡ് ടു ഗോ വിത്ത് സം ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. സൈൻ എ സൈൻ ബി നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ്. എന്താണ് സൈൻ എ സൈൻ ബി എന്ന് പറയുന്നത്? സൈൻ എ സൈൻ ബി ഇസ് ഈക്വൽ ടു 1/2 into cos a minus b minus cos a plus b. ഇതാണ് sin a sin b. 1/2 into cos a minus b plus എന്താണ്? cos a plus b. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. മസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. സോ അത് നമുക്കൊന്ന് ബോക്സിനകത്ത് ആക്കി ഇടാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫോർമുല ആയതുകൊണ്ടാണ്. sin a sin b എന്താണ്? 1/2 into cos a minus b minus cos a plus b. sin a sin b is equal to 1/2 into cos a minus b minus cos a plus b. അപ്പം ഇത് ഈ ഫോർമുല യൂസ് ചെയ്താണ് നമ്മൾ ഇനി ബാക്കി പരിപാടി ചെയ്യേണ്ടത്. അപ്പൊ sin x into sin omega x ഈ ഫോർമുല യൂസ് ചെയ്ത് എന്ത് വരും നോക്കാം. sin x into sin omega x equal to 1/2 into cos a minus b. അപ്പൊ എന്താണ്? cos a minus b എന്ന് പറയുമ്പോൾ ഇത് a ആണ്. ഹിയർ a യുടെ പ്ലേസിൽ x ആണ്. സോ ദിസ് ഈസ് അവർ a. b യുടെ പ്ലേസിൽ ഇയാളാണ്. സോ x എന്ന് പറയുന്നതാണ് നമ്മുടെ a, ഒമേഗ x എന്ന് പറയുന്നതാണ് b. അത് നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. a മൈനസ് b എന്ന് പറയുമ്പോൾ എന്താണ്? x മൈനസ് ഒമേഗ x. സംശയമൊന്നും ഇല്ലല്ലോ. മൈനസ് cos a plus b എന്ന് പറയുമ്പോൾ എന്ത് വരും? x plus omega x. Okay. Clear? So this is equal to 1/2 into cos. ഈ രണ്ട് ടേംസിൽ x പുറത്തെടുക്കാലോ, ശരിയല്ലേ? x പുറത്തെടുത്താൽ 1 minus omega into x എന്ന് എഴുതാം, ശരിയല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ x minus omega x തിരിച്ചു കിട്ടും. മൈനസ് cos ഈ രണ്ട് ടേംസിൽ നിന്ന് x പുറത്തെടുത്താൽ 1 plus omega into x എന്ന് എഴുതാം. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ sin x into sin omega x ന് പകരം ഈ sin x into sin omega x ന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? 1/2 into cos 1 minus omega x minus cos 1 plus omega x. സോ ബാക്കി സ്റ്റെപ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ഈ ഈക്വൽ കഴിഞ്ഞിട്ടുള്ള ഈക്വൽ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു root of 2 by pi integral 0 to a sin x into sin omega x ന് പകരം രണ്ട് ഇവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1/2 into സംശയമൊന്നുമില്ലല്ലോ. 1/2 into cos 1 minus omega into x minus cos 1 plus omega into x. ഇത്ര എന്താണ്? dx. ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഈ 1/2 എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തിടാം. സോ 1/2 ഞാൻ പുറത്തിട്ടു.
ഇവിടെ റൂട്ട് ഓഫ് എ ബൈ ബി റൂട്ട് എ ബൈ റൂട്ട് ബി, അപ്പൊ റൂട്ട് 2 ബൈ റൂട്ട് പൈ അപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. കോസിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ. അപ്പൊ സൈൻ 1 മൈനസ് ഒമേഗ എക്സ് കഴിഞ്ഞില്ല. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ 1 മൈനസ് ഒമേഗ എക്സ് ആണ്. അവന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 മൈനസ് ഒമേഗ, കാരണം എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആയി പോകും. അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ കോസിന്റെ ഇന്റഗ്രൽ കഴിഞ്ഞു. മൈനസ് ഈ കോസിന്റെ ഇന്റഗ്രൽ എന്താണ്? കോസിന്റെ ഇന്റഗ്രൽ സൈൻ 1 പ്ലസ് ഒമേഗ ഇൻറ്റു എക്സ് ബൈ അകത്ത് കിടക്കുന്നവൻ 1 പ്ലസ് ഒമേഗ എക്സ് ഒമേഗ ഇൻറ്റു എക്സ്, അവന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ഒമേഗ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ a വരെ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ വെറും 2 എനിക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാം. ബാക്കി എന്തുണ്ട്? റൂട്ട് 2 ബൈ റൂട്ട് പൈ ഓൾറെഡി അവിടെ ഉണ്ട്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യണം. എക്സ് കാണുന്നിടത്ത് എന്ത് കൊടുക്കണം? എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? സൈൻ 1 മൈനസ് ഒമേഗ ഇൻറ്റു എക്സ് കണ്ടു, ഞാൻ എ കൊടുത്തു, ബൈ 1 മൈനസ് ഒമേഗ മൈനസ് സൈൻ 1 പ്ലസ് ഒമേഗ ഇൻറ്റു എക്സ് കണ്ടു, ഞാൻ അവിടെ എ കൊടുത്തു, ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ. ഇപ്പൊ നമ്മുടെ അപ്പർ ലിമിറ്റിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണം. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കണം. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ 0 ആണ്. ഇവിടെയും സൈൻ 0, എക്സിന് 0 കൊടുത്ത സൈൻ 0 ആണ്. അപ്പൊ മൊത്തം 0 ആണ്. അപ്പൊ ലോവർ ലിമിറ്റിന്റെ ആവശ്യമേ നമുക്ക് വരുന്നില്ല. ഓക്കെ, ഇപ്പൊ ഇവിടെ കൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. സംശയമൊന്നുമില്ലല്ലോ. ഒരു റൂട്ട് 2 ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ എന്താണ്? 1 ബൈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് ബൈ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി റൂട്ട് ഓഫ് എ ബി, ദാറ്റ് ഈസ് 1 ബൈ റൂട്ട് ഓഫ് 2 പൈ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി റൂട്ട് എ ബി. ബാക്കി എന്തുണ്ട്? സൈൻ 1 മൈനസ് ഒമേഗ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ മൈനസ് സൈൻ 1 പ്ലസ് ഒമേഗ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. സോ ഇതൊക്കെ 3 മാർക്ക് 5 മാർക്ക് റേഞ്ചിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എസ്എ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.